പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൺസ്ട്രക്ഷൻ്റെ കുറച്ച് പാർട്ട് ആയിട്ട് ഒരു വീഡിയോസ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ബേസിക് കൺസ്ട്രക്ഷൻ ആണ്. ബേസിക് കൺസ്ട്രക്ഷനിൽ 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാം, 45 ഡിഗ്രി, 60 ഡിഗ്രി, 120 ഡിഗ്രി, 30 ഡിഗ്രി, ഇങ്ങനെയൊക്കെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അതാണ് ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. 90 ഡിഗ്രി ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും. ഡ്രോ എ ലൈൻ സെഗ്മെന്റ്, ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. ദെൻ ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് വേണേൽ വരയ്ക്കുക. ഡ്രോ എ ലൈൻ സെഗ്മെന്റ് എ ബി. എ ആസ് ദി സെന്റർ, ഡ്രോ എൻ ആർക്ക് കൺവീനിയന്റ് റേഡിയസ്. എനെ സെന്റർ ആക്കിയിട്ട് ഒരു റേഡിയസിൽ ആർക്ക് വരച്ചു. ആൻഡ് ദ സെയിം റേഡിയസ് കട്ട് another arc. ആർക്കിന്റെ മുകളിൽ തന്നെ കട്ട് ചെയ്തു. ആൻഡ് സെയിം റേഡിയസ് കട്ട് another, വീണ്ടും കട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കട്ടിങ് വരുന്നത് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുക 60 ഡിഗ്രിയാണ്. സെക്കൻഡ് കട്ടിങ് പോയിന്റ് വരുമ്പോൾ അത് 120 ആയി. തേർഡ് കട്ടിങ് പോയിന്റ് അത് 180 ആയി. അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിളിനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നതാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് വരുന്നത് അല്ലേ. ആ പ്രൊസീജിയേഴ്സിലൂടെയാണ് നമുക്കത് ചെയ്യുന്നത്. കാരണം 60 60 60 ആണ് 3 പാർട്ടാക്കി മാറ്റുന്നത്. ദെൻ 90 ആണ് ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് പാർട്ട് 60, സെക്കൻഡ് പാർട്ട് 60. അത് നമുക്ക് എന്ത് ചെയ്യണം, 60 ഡിഗ്രിയെ ബൈസെക്ട് ചെയ്യണം. 60യെ ബൈസെക്ട് ചെയ്യാം. ദെൻ കോമ്പസ് ഒക്കെ മാറ്റി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു ആർക്ക് ഇവിടെ പോയിന്റ് കോമ്പസ് വെച്ച് ഒരു ആർക്ക് ഇവിടെ വരച്ചു. ദെൻ ഇവിടെ പോയിന്റ് വെച്ച് ഒരു ആർക്ക് കട്ട് ചെയ്തു. ദെൻ ആ പോയിന്റിന്റെ ബൈസെക്ട് വരച്ചു. ഈ രണ്ട് 60യുടെ ബൈസെക്ട് വരുമ്പോൾ ഇവിടെ പാർട്ട് എത്ര, 30. 60 + 30 എത്ര വന്നു, 90 ഡിഗ്രി. 60 + 30 എത്ര, 90 ഡിഗ്രി. ഇനി 90 ഡിഗ്രി അടുത്ത കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ് ബേസിക് കൺസ്ട്രക്ഷനിൽ വരുന്നത്. 45 ഡിഗ്രി 45 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി കൺസ്ട്രക്ട് 90 ഡിഗ്രി. 90 കൺസ്ട്രക്ട് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കൂ, ലൈൻ സെഗ്മെന്റ്, then AB is a line segment. Then draw an arc with center A, convenient radius arc വരച്ചു. Then same radius cut arc, same radius രണ്ട് ആർക്കിനെ കട്ട് ചെയ്തു. Then bisector ഇവിടെ പോയിന്റ് ചെയ്തു, bisector ഇവിടെ പോയിന്റ് ചെയ്തു, bisector. Then നമുക്ക് എന്ത് ചെയ്തു, 90 ഡിഗ്രി കിട്ടി. ബൈസെക്ടർ എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ആയിട്ട് വരണം കേട്ടോ. നമുക്ക് മെഷർ ചെയ്ത് നോക്കിയാൽ അറിയാം. ദെൻ 90 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ബൈസെക്ടർ ഓഫ് 90 ആണ് 45 ഡിഗ്രി. അതിനെന്താ ചെയ്യേണ്ടത്, ഈ പോയിന്റ് ഞാനിവിടെ ബ്ലാക്ക് ആയിട്ട് വെച്ചിരിക്കുന്ന 2 പോയിന്റുകളാണ്. ഈ 2 പോയിന്റിൽ നിന്ന് കോമ്പസിൽ വെക്കുക, ഒരാർക്ക്, അനദർ ആർക്ക്, ദെൻ ബൈസെക്ടർ 45 45 90. ഓക്കെ, 45 കിട്ടി. ടോട്ടൽ വരുന്നത് 90 ഡിഗ്രി. അപ്പൊ 90യുടെ ബൈസെക്ടർ ഹാഫ് 90 ആണെന്ത് 45. ഇനി 22.5 കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലോ 45ന്റെ ബൈസെക്ടർ ഈ പോയിന്റും ഈ പോയിന്റ് ബ്ലാക്ക് പോയിന്റ് ഇവിടെ കോമ്പസ് വെക്കുക, ആർക്ക്, ദെൻ ആർക്ക്. അതിന്റെ ബൈസെക്ട് ചെയ്താൽ എത്ര, 22.5 ഡിഗ്രി. അപ്പൊ സാധാരണ ചോദിക്കാറുണ്ട് 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ പറയും, 45 ഡിഗ്രി പറയും. ദെൻ 22.5 ഡിഗ്രി കൺസ്ട്രക്ട് 22.5 ഡിഗ്രി. 22.5 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ 90 ഫസ്റ്റ്, ദെൻ ഹാഫ് 90 45, ഹാഫ് 45 22.5. ശ്രദ്ധിക്കണേ. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണെന്നറിയോ മക്കളെ, അടുത്ത കൺസ്ട്രക്ഷൻ എന്താണെന്നറിയോ? എന്താ അടുത്ത കൺസ്ട്രക്ഷൻ? 120 ഡിഗ്രി എങ്ങനെ വരയ്ക്കാം? ഓക്കെ, ഡ്രോ എ ലൈൻ സെഗ്മെന്റ് PQ, then an arc, same radius cut arc ഇവിടെ വെച്ചിട്ട് ഒരു റേഡിയസ് cut arc. ഇതിലൂടെ സ്കെയിൽ വെച്ച് ലൈൻ വരച്ചാൽ 120 ഡിഗ്രി. സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഓൺവേർഡ്സിൽ അങ്ങ് എഴുതി പിടിപ്പിച്ചാൽ മതി. വേണമെങ്കിൽ ജസ്റ്റിഫൈ എന്ന ക്വസ്റ്റ്യനിൽ വന്നാൽ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എഴുതുക. ഇനി സമയം ഉണ്ടെങ്കിൽ എഴുതി വെക്കുന്നത് വളരെ നീറ്റായി കേട്ടോ. ചിലർ വളരെ നിർബന്ധമായി എഴുതി വെക്കണം. അത് വൺ വേർഡ്സിൽ അങ്ങോട്ട് എഴുതുക. അപ്പൊ 60 ആണ്. 60 + 60 എത്ര വന്ന് 120 ഡിഗ്രി. ഓക്കെ, ഇനി പറയൂ 60 വരയ്ക്കൂ സാർ എന്ന് പറഞ്ഞാൽ, അതായത് 60 ഡിഗ്രി വരയ്ക്കൂ. ഡ്രോ ആൻ ആംഗിൾ 60 ഡിഗ്രി. ഡ്രോ എ ലൈൻ സെഗ്മെന്റ് AB, ദെൻ ഡ്രോ ആൻ ആർക്ക് കൺവീനിയന്റ് റേഡിയസ്, ദെൻ കട്ട് ആർക്ക് ജോയിൻ ചെയ്ത് കറക്റ്റ് ഫസ്റ്റ് ലൈനിലൂടെ കട്ട് ആർക്കിലൂടെ വരുമ്പോൾ 60
സെക്കൻഡ് കട്ടാർക്കിലൂടെ വരുമ്പോൾ 120, തേർഡ് കട്ടാർക്കിലൂടെ വരേണ്ടത് സെമി സർക്കിളായി 180. ഓക്കെ ഓക്കെ 60. ഇനി പറയുന്നു 30 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ. നമുക്കറിയാലോ ഹാഫ് ദി 60 ആണെന്ത് 30. ഇതാ രണ്ട് ബ്ലാക്ക് പോയിന്റ് കാണാം, അവിടെ രണ്ട് ബ്ലാക്ക് പോയിന്റ്, ഇവിടെ കോമ്പസ് ഫിറ്റ് ചെയ്യുക, ഒരൊറ്റ ആർക്ക് ഇവിടെ വെച്ച് അനദർ ആർക്ക് ബൈസെക്ടർ വരച്ചു, 60യെ ഹാഫ് ആക്കി, 30 30. അപ്പൊ ഏതൊക്കെ നമ്മൾ വരച്ചു? 90 ഡിഗ്രി, 45 ഡിഗ്രി, 22.5, 120, 60, 30. 6 ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്തു. സിമ്പിൾ ആണ്, വേറെ വലിയ സംഭവം എന്നുള്ള കാര്യമല്ല. ഈ ഇത്തരം കേസിൽ വരയ്ക്കാൻ വരുള്ളൂ കോമ്പസ് യൂസ് ചെയ്തിട്ട്. ഇനി 15 കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാലോ 30യുടെ ഹാഫ് അല്ലേ? അതാണ് കൺസ്ട്രക്ഷനിൽ ബേസിക് കൺസ്ട്രക്ഷനിൽ വരുന്ന കേസ്. ഇനി ഒരു കൺസ്ട്രക്ഷൻ പറയാണ്, ഒരു ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കാര്യമായിട്ട് 75 ഡിഗ്രി. എങ്ങനെയാ 75 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാം? ഇതിപ്പോ ഞാൻ ആദ്യം തന്നെ മൂവ് ചെയ്തു അല്ലേ? ഡ്രോ an AB line segment AB, an arc, cut arc, then another cut arc, then bisector. ഈ രണ്ട് പോയിന്റിൽ നിന്ന് ബൈസെക്ടർ കറക്റ്റ് വരച്ചു 90. ഇവിടെ 60 30 ആണ്. ഈ 30യെ ബൈസെക്ട് ചെയ്യുക. വീണ്ടും ഇവിടെ രണ്ട് ബ്ലാക്ക് ഡോട്ട് കാണാം, ഇതിൽ കോമ്പസ് വെച്ച് ഇവിടെ ആർക്ക്, ഈ ബ്ലാക്ക് ഡോട്ടിൽ കോമ്പസ് വെച്ചിട്ട് ആർക്ക്, അതിനെ ബൈസെക്ട് ചെയ്താൽ 15 കിട്ടും. 60 + 15 എത്രയാ? 75 ഡിഗ്രി. 60 + 15 എത്ര? 75. ഒരു കോമൺ ഐഡിയയിലൂടെ ചെയ്താൽ മതി. 60 + 15, 60 വരയ്ക്കാൻ നമുക്കറിയാം 15 കിട്ടും. അവിടെ 30യുടെ ഹാഫ്, അതാണ് 75. ഇനിയിപ്പോൾ ഒരാൾ പറയാണ്, സാറേ ഒന്ന് 105 വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. 105 വരച്ചേക്കാം. ഡ്രോ എ ലൈൻ സെഗ്മെന്റ് AB, take A as center, draw an arc convenient radius, cut arc അല്ലേ? then by 90 വരയ്ക്കുക. ഇവിടെ വെച്ച് ബൈസെക്ടർ വരച്ചു, ഇവിടെ വെച്ച് ബൈസെക്ടർ വരച്ചു, 90 കിട്ടി. ആ 90നെ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ആക്കിയിട്ടൊക്കെ വരയ്ക്കാം, ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 30 60 90. നമുക്ക് 105ലേക്ക് 15 കൂടി വേണം അല്ലെ? 98 + 15 ആണ് 105. വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. 105 = 90 + 15 ആണ്. ഓക്കെ, അപ്പൊ 15 ഈ ഇൻസൈഡ് ബൈസെക്ട് ചെയ്തിട്ട് കിട്ടിയൊരു കാര്യം, അത് 75. ഔട്ട്സൈഡ് 30 എടുക്കുക, അതിനെ വീണ്ടും ബൈസെക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ ഡോട്ട് ബ്ലാക്ക് ഡോട്ട് കാണാം, ഇവിടെ കോമ്പസ് വെച്ച് ദിസ് ആർക്ക് അതിനെ ബൈസെക്ട് ചെയ്ത് കിട്ടുന്ന എന്താണ്? 105. 60 then 30 + 15, 60 + 30 + 15, 105 ഡിഗ്രി. കറക്റ്റ്, 105 ഡിഗ്രി. അത് കിട്ടും, അത് വലിയ പ്രശ്നമുള്ള കേസൊന്നല്ല, അത് കിട്ടണം, അതാണ് ഇമ്പോർട്ടൻറ്റ്, കിട്ടണം. ഓക്കെ, ഇനി ഇപ്പോൾ ഒരാൾ പറയാണ് 135 കൺസ്ട്രക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 135 കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ 90 + 45 ആണ് 135. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, ഫസ്റ്റ് ചെയ്തു AB വരച്ചു, then A is the center, draw an arc, cut arc വരച്ചു, ബൈസെക്ടർ 90 അല്ലേ? ഇവിടെ എത്ര വന്നത്? 60 60 60 60 60 60 വന്നു. ഇനി നമുക്ക് 90 + 45 ആണ് ശരിക്കും എന്ത് വരുന്നത്? 135 വരുന്നത്. 90 വേണേ വരച്ചു നോക്കാം, പല ഐഡിയ കൂടിയും ചെയ്യട്ടോ. 90 വരച്ചു, 90 എടുത്തു. അപ്പൊ നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? 90 ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 90. ഒരു ഡോട്ട് ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുക, ബേസിന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെയും 90, ഇവിടെയും 90. ഈ ലെഫ്റ്റിലെ 90 എന്ത് ചെയ്താളാ? ഒന്ന് ബൈസെക്ട് ചെയ്താളാ. അതിന് ഈ പോയിന്റ് സെമി സർക്കിൾ ഫുൾ ആയിട്ട് വരയ്ക്കണേ. ഇങ്ങനെ കറക്റ്റ് ഈ പോയിന്റും ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇത് രണ്ട് പോയിന്റിലും വീണ്ടും ബൈസെക്ടർ വരയ്ക്കുക. ഇവിടെയും ബൈസെക്ടർ വരച്ചു. അപ്പൊ ആ 90യെ ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 45 കിട്ടി, 90 കിട്ടി. 45 + 90 എത്ര വന്ന്? 135. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ്. AB കൺസ്ട്രക്ട് ചെയ്തു,
then draw an arc convenient radius 90 degree construct ചെയ്തതിനു ശേഷം സെമി സർക്കിൾ ആക്കുക, ബേസിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെമി സർക്കിൾ ആക്കി ഫില്ല് ചെയ്തു. ദെൻ ലെഫ്റ്റ് പാർട്ടിൽ 90 റൈറ്റ് വേണ്ട, ലെഫ്റ്റ് 90യെ ബൈസെക്ട് ചെയ്യുക. റൈറ്റ് 90യെ ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ പാർട്ട് അല്ലേ, ലെഫ്റ്റ് 90യെ ബൈസെക്ട് ചെയ്തിട്ട് 45 കിട്ടും. അപ്പൊ 90 + 45 എത്ര? 135. അപ്പോൾ കുറേ ആംഗിൾ നമ്മളിപ്പോൾ വരച്ചു കേട്ടോ. ഒരുപാട് ബേസിക് കൺസ്ട്രക്ഷൻസ് ചെയ്തു. ഇനി പറയാണ് കൺസ്ട്രക്ട് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഗിവൺ ഇറ്റ്സ് സൈഡ്സ്. കൺസ്ട്രക്ട് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഗിവൺ ഇറ്റ്സ് സൈഡ്സ്. ഇപ്പോൾ ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 ലൈൻ വരച്ചു, ആർക്ക് എടുത്തു, കട്ടാർക്ക് ജോയിൻ ചെയ്തു, അങ്ങനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ദെൻ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഒരു റേഡിയസ് ഇല്ലെങ്കിൽ ഒരു സ്കെയിൽ മെഷർമെന്റ് എടുത്തു. വെറുതെ മെഷർമെന്റ് അറിയത്തില്ല, അൺനോൺ മെഷർമെന്റ് ആണ്. ഡ്രോ എ ലൈൻ എ ബി. Then take AB as length, AB as radius. AB radius ആക്കി എടുക്കുക. Draw an arc with the center A and draw another arc with the same radius center B. അത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ എന്തായി മാറി? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി മാറി. AB യുടെ അതേ ലെങ്ത് ആണ് ഇതിന് വരുന്നത്. BC AC, all sides equal. It is an equilateral triangle. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ട് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോ എ ലൈൻ, ദെൻ സെയിം റേഡിയസ് സെന്റർ ആക്കി വെച്ച് സർക്കിൾ ആർക്ക് കൺസ്ട്രക്ട് ചെയ്യാം. മെഷർമെന്റ് തരുമ്പോൾ എല്ലാവർക്കും അറിയാം, സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സൈഡൊക്കെ കണ്ടുപിടിച്ച് മെഷർ ചെയ്യണം. ഇതാണ് ബേസിക് കൺസ്ട്രക്ഷൻ. വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഇനി വരുന്നത് 2 ടൈപ്പ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. അടുത്ത സൈഡിൽ ചെയ്ത സം കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ്. Some construction of triangles. To construct a triangle given its base, angle and sum of other 2 sides തരും. To construct an angle given base, angle and difference of other 2 sides. 2 sides difference തരും. To construct a triangle given perimeter and 2 base angle ആണ്. അത് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ്. Perimeter and 2 base angles തരുന്നത് ഡിലീറ്റഡ് ആണ്. മറ്റു 2 കേസ് നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ ഒരു 1 ക്വസ്റ്റ്യൻ എഴുതാം. Construct a triangle ABC in which BC equal to 7 centimeter, angle B 75 degree, AB plus AC equal to 13 centimeter. AB plus AC equal to 13 centimeter. First എഴുതി വെക്കുക. Draw the base BC 7 centimeter. Draw the base BC 7 centimeter. Second, at the point B, make an angle 75 degree. 75 degree construct ചെയ്യണം. കോമ്പസിൽ ആർക്ക് വരച്ചു, 60 വരച്ചു, 120 ആക്കി. ഇവിടെ ബൈസെക്ട് ചെയ്തു 90. 90നെ വീണ്ടും ബൈസെക്ട് ചെയ്തിട്ട് 75 ആക്കിയിട്ട് മാറ്റാം. ഇതാണ് 75 ഡിഗ്രി. 75 നേരത്തെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്താണ്. Then cut a line segment BD equal to AB plus AC. AB plus AC എത്ര സെന്റിമീറ്റർ? 13 സെന്റിമീറ്റർ. ഒരു ലൈൻ സെഗ്മെന്റ് ഇതിന്റെ മുകളിലേക്ക് കട്ട് ചെയ്യണം. BD 13 സെന്റിമീറ്ററിൽ കട്ട് ചെയ്തു. 13 സെന്റിമീറ്റർ കട്ട് ചെയ്തു. ദാറ്റ് ഈസ് BD എന്ന് പറഞ്ഞു. BD. ഓക്കെ, ദെൻ നെക്സ്റ്റ് BD കട്ട് ചെയ്തു. അടുത്ത ലെവലില് വരുന്നത് ജോയിൻ CD. സിയും ഡിയും കൂടി തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ CD ജോയിൻ ചെയ്തു. ദെൻ അടുത്ത കേസ് എന്താ വരുന്നത്? ബൈസെക്ടർ ഓഫ് CD വരയ്ക്കണം. ബൈസെക്ടർ, സിഡിയുടെ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യാം. സിഡിയുടെ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യാം. മോർ ദാൻ ഹാഫ് എടുത്തു. അപ്പർ ആർക്ക്, ലോവർ ആർക്ക്, അപ്പർ ആർക്ക്, ലോവർ ആർക്ക്. സിഡിയുടെ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്തു. ആ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്തത് എവിടെയാണ്? ഈ പോയിന്റിലാണ്. ആ പോയിന്റിന് നമുക്ക് എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. അത് സിയുമായിട്ട് ജോയിൻ ചെയ്തു. ABC is the required triangle. ABC ആണ് നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. അത് നോക്കിയാട്ടെ, ഓരോ സ്റ്റെപ്പ് നോക്കിയാട്ടെ, വരുന്ന കേസസ് നോക്കിയേ, ഓരോ സ്റ്റെപ്പ് നോക്കുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, കൺസ്ട്രക്ട് BC കൺസ്ട്രക്ട് ചെയ്തു.
then 75 ഡിഗ്രി വരച്ചു. എ ബി പ്ലസ് എ സി 13 സെന്റിമീറ്റർ ലൈൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഡി സി ഡി ജോയിൻ ചെയ്തു. സി ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്തു. അതെന്ത് ചെയ്തു, ഇവിടേക്ക് എ ബി ഡിയെ കട്ട് ചെയ്തു. ദാറ്റ് കട്ടിംഗ് പോയിന്റ് എ ജോയിൻ എ സി, വി ഗെറ്റ് റിക്വയർഡ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യാം. വലിയ തല പോകുന്ന കേസൊന്നുമല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സംഭവമുള്ള കാര്യമാണ്. അതെങ്ങനെ ചെയ്യും, അയ്യോ അതെങ്ങനെ അതൊന്നും നോക്കണ്ട. ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം, ഒന്ന് കൺസ്ട്രക്ഷൻ ഒന്ന് പ്രാക്ടീസ് ആക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ എ ബി സി ഇൻ വിച്ച് കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ എ ബി സി ഇൻ വിച്ച് BC equal to 8 centimeter, angle B 45 degree, angle B 45 degree, AB minus AC equal to 3.5, AB minus AC equal to 3.5. Then BC construct ചെയ്തു. 8 സെന്റിമീറ്ററിൽ കൺസ്ട്രക്ട് ചെയ്തു BC. ആംഗിൾ B 45 വരയ്ക്കണമെങ്കിൽ ആദ്യം 90 വരയ്ക്കണം. 90 കറക്റ്റ് കൺസ്ട്രക്ഷൻ നടത്തി. ദെൻ 90യെ ബൈസെക്ട് ചെയ്തു. 90യെ ബൈസെക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 45 കിട്ടി. ആ ലൈനിന്റെ മുകളിൽ എ ബി മൈനസ് എ സി 3.5 ആണ്. 3.5 ജോയിൻ ചെയ്തു. 3.5 അവിടേക്ക് മാർക്ക് ചെയ്ത് വെച്ചു. അതിനെ ബി ഡി എന്ന് കൊടുത്തു. ആ ജോയിന്റ് ഡിയും സിയും തമ്മിൽ ജോയിൻ ചെയ്തു. ദാറ്റ് ഈസ് സി ഡി. നേരത്തെ 13.5 ആയിരുന്നു, അപ്പൊ 13.5 മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തു. ഇവിടെ ചെറുതാണ്, 3.5 ആണ്, സബ്ട്രാക്ഷൻ ആണ്. ആ കേസിൽ ഇവിടെ ജോയിൻ ചെയ്തു. ദെൻ സി ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. സി ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഈ ദെൻ ബി ഡിയുടെ ലെങ്ത്തും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്യും. ആ ടച്ചിങ് പോയിന്റും അതും തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. That is ABC is the required triangle. ABC ആണ് required triangle. ശ്രദ്ധിക്കുക, ഡ്രോ എ ലൈൻ. സബ്ട്രാക്ഷന്റെ കേസ് ശ്രദ്ധിക്കണേ. എ ബി പ്ലസ് എ സി നമ്മൾ ചെയ്തു. എ ബി മൈനസ് എ സി ആണ് ശ്രദ്ധിക്കേണ്ടത്. എ ബി മൈനസ് എ സിയിൽ ഫസ്റ്റ് ബി സി കൺസ്ട്രക്ട് 8 സെന്റിമീറ്റർ. ദെൻ ഡ്രോ എൻ ആംഗിൾ ബി 45 ഡിഗ്രി. ദെൻ മാർക്ക് പോയിന്റ് 3.5 away from the point B, that is BD. Join CD. Draw perpendicular bisector of CD. Extend bisector and extend BD. Meet at a point A. Join C. That is ABC. Required triangle ABC. ജോയിന്റ് ആയിക്കോളും കേട്ടോ. ബൈസെക്ടർ ആണ് ജോയിന്റ് ആയിക്കോളും. ബൈസെക്ടർ അല്ലെങ്കിൽ ജോയിന്റ് ആവാതെ അവിടെ എവിടെയെങ്കിലും തിരിഞ്ഞു കളിക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത കേസ് തിരിഞ്ഞു വരുമ്പോൾ എ ബി മൈനസ് എ സി എന്ന് പറയുമ്പോൾ എ സി മൈനസ് എ ബി അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് വരുന്ന കേസ് ഉണ്ട്. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ പി ക്യു ആർ ഇൻ വിച്ച് ക്യു ആർ ഈക്വൽ ടു 6 സെന്റിമീറ്റർ, ആംഗിൾ ക്യു 60 ഡിഗ്രി 60 ഡിഗ്രി, പി ആർ മൈനസ് പി ക്യു 2 സെന്റിമീറ്റർ. നേരത്തെ ശരിക്കും വേണ്ട എങ്ങനെയാണ്? പി ക്യു മൈനസ് പി ആർ ആണ്. തിരിച്ചു വരുമ്പോൾ പി ആർ മൈനസ് പി ക്യു ഈക്വൽ ടു 2 സെന്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ക്യു ആർ 6 സെന്റിമീറ്റർ. ഡ്രോ എൻ ആംഗിൾ ക്യു 60 ഡിഗ്രിയിൽ മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ അവിടെ കറക്റ്റ് ചെയ്ത് ക്യു ആർ 2 സെന്റിമീറ്റർ എന്താ വരുന്നത്? പി ആർ മൈനസ് പി ക്യു എന്നാണ് വരുന്നത്. പി ക്യു മൈനസ് പി ആർ അല്ല. അതായത് എ സി മൈനസ് എ ബി. എ ബി മൈനസ് എ സി ആണെങ്കിലും ഓക്കെ, എ ബി പ്ലസ് എ സി ആണെങ്കിലും ഓക്കെ, എ സി മൈനസ് എ ബി ആണ് വരുന്നത് അല്ലെ. എ സി ഇസ് ലാർജർ ദാൻ എ ബി അങ്ങനെ വരുന്ന കേസിൽ അതിന് താഴെ ബിലോ ബോട്ടം സൈഡിലേക്ക് 2 എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ബോട്ടം സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനെ നമുക്ക് എസ് ഡി അല്ല, എ ബി സി ഡി വരുമ്പോൾ ഡി എടുക്കുന്നത് എസ് ആയിട്ട് ചെയ്തു. ദെൻ എസ് ആറിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. എസ് ആറിന്റെ മോർ ദാൻ ഹാഫ് എടുത്തു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യുക. എസ് ആറിന്റെ ആ എസ് ആറിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്.
അതിന് നമുക്ക് പി എന്ന് കൊടുക്കുക, ആറായിട്ട് ജോയിൻ ചെയ്യാം. ദാറ്റ് ഈസ് റിക്വയർഡ് ട്രയാങ്കിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യു ആർ 6 സെന്റിമീറ്റർ ലൈൻ, ആംഗിൾ ക്യു 60 ഡിഗ്രി, ദെൻ ക്യു എക്സ്റ്റെൻഡഡ് എസ് ബോട്ടം സൈഡ്, എക്സ്റ്റെൻഡഡ് അറ്റ് എ പോയിന്റ് എസ് ബോട്ടം സൈഡ്. എന്തുകൊണ്ടാണ് ബോട്ടം സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്? തിരിച്ചിട്ടാണ്. പി ആർ ഈസ് ഗ്രേറ്റർ ദാൻ പി ക്യു ആർ, അതായത് എ സി ഈസ് ഗ്രേറ്റർ ദാൻ എ ബി ആണ്. നേരത്തെ ഒക്കെ എന്തായിരുന്നു? എ ബി പ്ലസ് എ സി, അത് സിമ്പിൾ ആണ്. എ ബി മൈനസ് എ സി, എ ബി ഈസ് ഗ്രേറ്റർ ആയിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? എ സി ഈസ് ഗ്രേറ്റർ ആണ്. അപ്പൊ പി ആർ ഈസ് ഗ്രേറ്റർ. അങ്ങനെ വരുന്ന കേസിൽ ബോട്ടം സൈഡിലേക്ക് 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു, ഡോട്ടഡ് ലൈൻസ് ആക്കി വെക്കുക. ദെൻ എസ് ആർ ജോയിൻ ചെയ്തു. ഡോട്ട് ബൈസെക്ടർ ഓഫ് എസ് ആർ, ബൈസെക്ടർ വരയ്ക്കാൻ അറിയാത്തവരുണ്ടോ? മോർ ദാൻ ഹാഫ് എടുക്കുക, എസിന്റെ മോർ ദാൻ ഹാഫ് എടുത്ത് അപ്പർ ആർക്ക്, ലോവർ ആർക്ക്, അപ്പർ ആർക്ക്, ലോവർ ആർക്ക്. ലൈനിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ ലൈൻ സെഗ്മെന്റ് മോർ ദാൻ ഹാഫ് കോമ്പസിൽ എടുത്തു, അപ്പർ ലോവർ, ഇവിടെ വെച്ച് ടച്ചിങ് നടത്തി. ദാറ്റ് ഈസ് ബൈസെക്ടർ. അതറിയാത്തവരുണ്ടോ? ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവിടെ പി ക്യു ആർ ഫോം ചെയ്തിരിക്കുന്നത്, ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, അപ്പൊ 3 ടൈപ്പിൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തു. എ ബി പ്ലസ് എ സി, എ ബി മൈനസ് എ സി, എ സി മൈനസ് എ ബി, അങ്ങനെ 3 കേസിലാണ് ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തത്. ഇതേ നിങ്ങൾക്ക് ആകെ ഉള്ളൂ, ഇനിയിപ്പം വേറെ ഒന്നും ആവശ്യമില്ല. ഇനി വേണം ഒരൊറ്റ പ്രോബ്ലം കൂടി ചെയ്യാം. Construct a triangle ABC with base BC 4.5. Base BC equal to 4.5. Angle B equal to 60 degree. AB plus AC 7.1 centimeter. അപ്പോൾ ബി സി യെ 4.5 കൺസ്ട്രക്ട് ചെയ്യുക. ആംഗിൾ ബി 60 ഡിഗ്രി, ആർക്ക് വരച്ചു, കട്ട് ചെയ്തു, 60 ഡിഗ്രി. Then AB plus AC, BC ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു, 7.1 മാർക്ക് ചെയ്തു, 7.1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ജോയിൻ ഇവിടെ ഡി സി ഡി ജോയിൻ ചെയ്തു. ദെൻ ബൈസെക്ടർ ഓഫ് സി ഡി മോർ ദാൻ ഹാഫ് എടുത്തു, അപ്പർ ആർക്ക് ലോവർ ആർക്കിലൂടെ. ഏത്? ഇവിടെ നിന്നും ഇവിടെ നിന്നാണ് ആർക്ക് എടുക്കേണ്ടത്. ആർക്ക് ആർക്ക് ഇങ്ങനെ ബുക്കൊന്ന് ചരിച്ചു വെച്ചാൽ മതിനെ. ഈ കട്ടിംഗ് പോയിന്റ് ആണ് എ, ദാറ്റ് ഈസ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലാക്കുക. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് നോക്കാം, വേണമെങ്കിൽ നോക്കാന്നുള്ളൂ. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ എ ബി സി ഇൻ വിച്ച് ബി സി 4.5, ആംഗിൾ ബി 45, AB minus AC 2.5, AB minus AC 2.5. Then BC 4.5 വരച്ചു, ആംഗിൾ B 45, 90 ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. 90 ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ഇനി അറിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. 90 കൺസ്ട്രക്ട് ചെയ്തു, ബൈസെക്ടർ വരച്ചാൽ 45 ഡിഗ്രി. ദെൻ AB മൈനസ് AC എത്ര വരുന്നത്? 2.5. 2.5 ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തു, ഡി ജോയിൻ ചെയ്തു, സി ഡി. ദെൻ ജോയിൻ ചെയ്തിട്ട് അവിടെ കിട്ടി. ആ ജോയിൻ ചെയ്ത പാർട്ടും ഇവിടെയും കൂടി എന്ത് ചെയ്തു? ബൈസെക്ടർ, സി ഡിയുടെ ബൈസെക്ടർ കണ്ടുപിടിച്ചു. ആ ബൈസെക്ടർ എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ലൈനും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ആവണം. ഇത് ടച്ച് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടച്ച് ആവണം. അവിടെ നമുക്ക് എന്ത് കിട്ടി? ആ ട്രയാങ്കിള്, ലാർജർ ട്രയാങ്കിള് അവിടെ ഫോം ചെയ്ത് ഓട്ടോമാറ്റിക്കലി വന്നോളും. ബി ഡി എക്സ്റ്റെൻഡ് ചെയ്യുക, ബൈസെക്ടർ ഓഫ് സി ഡി എക്സ്റ്റെൻഡ് ചെയ്യുക. പേജ് ഡെസ്കിൻ്റെ മുകളിലേക്ക് ഇൻ്റർസെക്ട് ചെയ്യുക. ചിലവരത് കറക്റ്റ് ഇൻ്റർസെക്ട് ചെയ്യും കേട്ടോ. ഒരെണ്ണം കൂടി വേണേൽ ചെയ്ത് വെച്ചേക്കുക. Construct a triangle ABC in which BC 5 centimeter, angle B 30 degree, AC minus AB 2 centimeter. BC 5, ആദ്യം 5 വരച്ചു, BC equal to 5 centimeter വരച്ചു. Then angle B 30 മാർക്ക് ചെയ്തു, 60, ആദ്യം 60 വരയ്ക്കുക, എന്നിട്ട് 60യുടെ ഹാഫ് എടുക്കുക. ദിസ് പോയിന്റ് ബൈസെക്ടർ വരച്ചു, ആർക്ക് 30.
ഇനി എന്താ പറയുന്നത്, എ സി മൈനസ് എ ബി ടു ആണ്. ബേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ബി ഡി കാണിച്ചു, സി ഡി ജോയിൻ ചെയ്തു, സി ഡിയുടെ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്തു, അല്ലേ? ആ പോയിന്റ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്ത് ജോയിൻ ചെയ്തു, എ ബി സി എന്ന് കാണിക്കുക. ട്രയാങ്കിൾ എ ബി സി ചെറിയ ട്രയാങ്കിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ട്രയാങ്കിൾ അവിടെയാണ്, ഇവിടെ അതിലാണ് ഞാൻ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ഇവിടെയാണ്. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്ത് കിട്ടുന്നത്. എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റേ 60യുടെ ലൈനാണ്, എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി എന്ന് വരും, എ ബി സി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യാനും അതിനെ ബൈസെക്റ്റ് ചെയ്യാനും അത് നോക്കാനും അത് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് അറിയണം എന്നുള്ളത് മാത്രമേ ഈ ടോപ്പിക്കിലുള്ളൂ. ഇതിൻ്റെ ലാർജർ കൺസ്ട്രക്ഷൻ നിങ്ങൾക്കില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ 3 ടൈപ്സ് ട്രയാങ്കിളാണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്, പിന്നെ ബേസിക് കൺസ്ട്രക്ഷൻസും. നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം, എന്നിട്ട് അതൊന്ന് പ്രാക്ടീസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. നന്ദി, നമസ്കാരം.